ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാനും പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുന്നവരായിട്ട് മാറുവാനും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മുടെ കുഞ്ഞു പാവങ്ങൾ പോലും കുംഭസാരത്തിലേറ്റ് പറഞ്ഞ് ദൈവിക വരപ്രസാദത്തിലായിരിക്കുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടി ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി കയറി. ഇപ്പോൾ നമുക്കറിയാം, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പലയിടത്തും ഹോട്ടൽ നേരത്തെ അടയ്ക്കും, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ പൊറോട്ടയും ചിക്കൻ കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുമ്പോൾ ചിക്കൻ കറിക്ക് എന്തോ ടേസ്റ്റ് വ്യത്യാസം വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് ചിക്കൻ കറി തന്നെയല്ല എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചിക്കൻ കറി തന്നെയാണ്. ഞാൻ അന്നേരം അവരോട് പറഞ്ഞു, എനിക്ക് ബീഫിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് അലർജി ഉണ്ട്, ചൊറിഞ്ഞടിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ചിക്കൻ കറി തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങളങ്ങനെ കഴിച്ചു. തിരിച്ച് വീട്ടിൽ വന്നു. ഒരു രാത്രി ഒരു 12:30 ആയപ്പോൾ കൈയും കാലും ചൊറിഞ്ഞടിക്കുവാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ചിക്കൻ കറിക്കകത്ത് അവർ ബീഫും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അവർ ഇഞ്ചക്ഷൻ തന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 3ാമത്തെ ബെഡിൽ ഒരമ്മയും മകളും ആ മകളുടെ ഒരു കുഞ്ഞുമായിട്ട് അവരിങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അമ്മയെ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ എന്തോ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവരുടെ ഭക്ഷണം പോലും കഴിക്കാൻ പൈസ ഇല്ലാതിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞു, കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സിസ്റ്ററിനോട് ചോദിച്ചു, അവർക്ക് എന്ത് പറ്റിയതാണ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ വല്ലാത്തൊരു കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത്. കെട്ടിയവൻ മദ്യപാനിയാണ്, അവർ നോക്കത്തൊന്നുമില്ല, ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, ഞാനെന്താ ഒരു ശകലം പൈസ കൊടുത്തോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊണ്ട് കൊടുത്തോളം പറഞ്ഞു. ഞാൻ അമ്മയുടെ കൊണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ട്, ഒത്തിരി പൈസ കുറച്ച് പൈസ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ സിസ്റ്റർ ചോദിച്ചു, അതിനെ അങ്ങനെ കൊടുക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ ചോദിച്ചു, അങ്ങനെ പറയുന്ന പരിശുദ്ധാത്മാവുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഞാനത് കൊടുത്തത് ഇത് പറയുവാൻ വേണ്ടിയൊന്നുമല്ല. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെ കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിത്യാരാധന ചാപ്പ പ്രാർത്ഥിക്കുമ്പോൾ, ഏകാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വെളിപാടുകളും ദർശനങ്ങളും സന്ദേശങ്ങളും തരുന്നത് എന്നൊക്കെ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവര് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും അവരെ സഹായിക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, കഴിഞ്ഞ ദിവസം ഒരു ദേവാലയത്തിൽ നിന്ന് കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി വണ്ടിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ റോഡ് ക്രോസ് ചെയ്യുകയാണ്. അത് സീബ്ര ലൈനിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ ടീച്ചറെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് ഈ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന വ്യക്തി വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. നമ്മൾ നിൽക്കുമ്പോൾ ാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരാള് അല്ലെങ്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാത്മാവ് നമ്മളോട് പറയും നിർത്തിക്കൊടുക്കുവാൻ. പക്ഷെ ഈ സമയത്തൊന്നും, അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ സമയത്തൊന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞ പരിശുദ്ധാത്മാവ് അവിടെ നിൽക്കുക, എനിക്ക് വേറെ കാര്യമുണ്ടോ എന്നും പറഞ്ഞ് 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുന്നത് നിത്യസഹായകനാണ്. എപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ ചെയ്ത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധ്യത വരും. നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്. പക്ഷെ എന്നാലും നമ്മുടെ കുംഭസാരത്തിൽ നമ്മളെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവിക വരപ്രസാദത്തിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവുമായുള്ള ആ വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ാനും പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും കുംഭസാരത്തിലേറ്റ് പറഞ്ഞ് നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പാപത്തിൽ വീണു പോകുന്നവരൊക്കെയാണ്. എന്നാലും നമ്മുടെ കുംഭസാരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവുമായുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും
സാന്നിധ്യവും എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.